മറ്റൊന്ന് നെയ്യാറ്റിൻകര ഈ സമാധി വിഷയം അടക്കം എടുക്കുമ്പോൾ മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിറകിലെന്നൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരുപക്ഷെ കുറച്ചുകൂടെ വളരെ സ്റ്റബോണായിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് ഇതിനകത്തൊക്കെ പ്രകടമാക്കാൻ ഒക്കെ BJPക്ക് കഴിയുമായിരുന്നില്ലേ? അത്തരം ചില നിലപാടുകളൊക്കെ എടുക്കാം. ഞങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എല്ലാ വിഷയങ്ങളിലും കയറി അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് BJP ഒരിക്കലും പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അഭിപ്രായം പറയേണ്ട സന്ദർഭങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിശ്വാസങ്ങളും എല്ലാ സമ്പ്രദായങ്ങളും കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ BJPക്ക് തർക്കമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതിലിപ്പോൾ ഒരു 10 ഹിന്ദു വോട്ട് വേണ്ട, അവിടെ കൂടെ നിൽക്കുന്ന 10 ഹിന്ദു വോട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പ്രസ്താവനകളൊക്കെ വന്നാൽ അതൊരു പക്ഷേ ഒരു 100 ഹിന്ദു വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് പോയേനെ. അങ്ങനെ അതൊരു പ്രാദേശിക പ്രശ്നം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളതിനെവിടെയും ന്യായീകരിക്കാനും വേണ്ടി പോയിട്ടില്ല. അതൊരു ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരമായിട്ടോ സമ്പ്രദായമായിട്ടോ ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. എവിടെയാണ് ഹിന്ദു സമൂഹത്തിൽ സമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്ത് സമാധി? സമാധി എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ എന്താ പറയുക, അതൊക്കെ വേറെ തലത്തിലാണ്. അതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ മറ്റ് ചില കാര്യങ്ങളാണ്. അതൊരു സാധാരണ നിയമപ്രശ്നമായി കൈകാര്യം ചെയ്യുക. അതിനൊന്നും വിശ്വാസമായിട്ട് ബന്ധമൊന്നുമില്ല. ഞങ്ങളതിനൊന്നും അത്തരം കാര്യങ്ങളെയൊന്നും ഓൺ ചെയ്യാൻ BJP ഒരിക്കലും പോയിട്ടില്ല. പിന്നെ ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല. ഒരു കുടുംബത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും പ്രശ്നമാണ്. അത് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടു. നമ്മളതിന് വലിയ കളർ കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല.